പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഈ വളരെ സുന്ദരമായ പ്രഭാതത്തിലേക്ക് ദൈവം ആണ് കൂട്ടിക്കൊണ്ടുവന്നത്. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കാം. ശാന്തമായി കർത്താവിൻ്റെ സന്നിധിയിലൊന്നായിരിക്കാം. ദൈവമാണ് നമ്മെ നയിച്ചത്. ഈ പ്രഭാതത്തിലേക്ക് ഉണർന്നെഴുന്നേൽക്കാൻ ദൈവമാണ് നമ്മെ സഹായിച്ചത്. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ ഒന്ന് കൊടുത്തുകൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നലെ നാം പഠിച്ച വചനം സെക്കറിയ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 17-ാമത്തെ വചനമായിരുന്നു. ദ ബുക്ക് ഓഫ് ദ പ്രോഫറ്റ് സെക്കറിയ ചാപ്റ്റർ 117 ആണ് ഇന്നലെ പഠിച്ചത്. ഇന്ന് പഠിക്കുന്നത് സെക്കറിയ പ്രവാചകന്റെ പുസ്തകം തന്നെ, ദ ബുക്ക് ഓഫ് ദ പ്രോഫറ്റ് സെക്കറിയ ചാപ്റ്റർ 2 വേഴ്സ് 10. 2-ാം അധ്യായം 10-ാമത്തെ വചനമാണ്. അത് ഇങ്ങനെയാണ് പറയുന്നത്: സിയോൻ പുത്രി പാടിയുല്ലസിക്കുക, സിയോൻ പുത്രി പാടിയുല്ലസിക്കുക, ഞാൻ വന്ന് നിങ്ങളുടെ ഇടയിൽ വസിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, സിയോൻ പുത്രി പാടിയുല്ലസിക്കുക. Sing and rejoice, O daughter Zion, for lo, I will come and dwell in your midst, says the Lord. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ ഉള്ളിൽ നമ്മുടെ കൂടെ വസിക്കാൻ തയ്യാറാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷത്തോടെ നമുക്കായിരിക്കാം. ദൈവമാണ് നമ്മുടെ ഇടയിൽ നമ്മെ നയിക്കുന്നവൻ. ആ ഒരു കരുതൽ കർത്താവിനുണ്ട്. നാം കർത്താവിൻ്റെ സുരക്ഷിത കരങ്ങളിലായിരിക്കാനായിട്ട് ആഗ്രഹിക്കാം. ഈ ഇന്നത്തെ ഓരോ ചെയ്തികളും ഓരോ ജോലികളും ഞാൻ എന്ത് അവസ്ഥയിലായിക്കോട്ടെ, നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളായിക്കോട്ടെ, എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് കൊടുത്തേ. ഈശോ അനുഗ്രഹിക്കും. ഈശോ എന്നെയും നിങ്ങളെയും വ്യക്തിപരമായി സ്നേഹിക്കുന്നുണ്ട്. ഈശോയുടെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ് പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ കരങ്ങളിലൊക്കെ ഈ നമ്മുടെ പ്രാർത്ഥന നിയോഗങ്ങളൊക്കെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് കർത്താവെ എന്നെ നയിച്ചു കൊള്ളണമേ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ, എൻ്റെ കഴിവൊന്നുമല്ല ഈ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റത്, കർത്താവിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ കൃപയാണ്. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ഒന്ന് ശാന്തമായി, കർത്താവെ നിന്നെ ഞാൻ ആരാധിക്കുന്നു, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് കർത്താവിനോട് പറയാം. ഞാൻ ഇതുവരെ എത്തുവാൻ നീ മാത്രമെൻ ദൈവമേ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രമെന്നേശുവേ. എൻ കഴിവല്ല നിൻ കൃപയാണേ, എൻ ബലമല്ല നിൻ ദയയാണേ. എൻ കഴിവല്ല നിൻ കൃപയാണേ, എൻ ബലമല്ല നിൻ ദയയാണേ. കർത്താവെ, ഇതുവരെ എന്നെ കാത്തത് പരിപാലിച്ചത് അങ്ങാണ്. ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് കർത്താവെ, ഇനിയുള്ള ഓരോ നിമിഷവും എന്നെ അവിടുന്ന് നയിക്കണമേ, അങ്ങയുടെ കരം പിടിച്ച് മുന്നോട്ട് പോകാൻ സഹായിക്കണമേ. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈശോയെ ആരാധിച്ചുകൊണ്ട്, കർത്താവെ നിനക്ക് മാത്രം ആരാധന, നിന്നെ ഞാൻ ആരാധിക്കുന്നു എന്ന് പറഞ്ഞ് ശാന്തമായി കർത്താവിൻ്റെ വാക്കുകൾ കേൾക്കുവാൻ, കർത്താവിൻ്റെ സ്വരം കേട്ട് ഇന്ന് മുന്നോട്ട് പോകുവാൻ നമ്മെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.